സ്വാലിഹ്. ബാവലിയിൽ നിന്നും സ്വാലിഹ് കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സ്വാലിഹ്, ഗുഡ് മോർണിംഗ്. സ്വാലിഹ്, എന്താണ് അവിടെ നിന്നും നൽകാൻ സാധിക്കുന്ന വിവരങ്ങൾ? ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് ആന കടക്കാതിരിക്കാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതി ഉണ്ടോ? കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ആന ജനവാസ മേഖലയ്ക്ക് അടുത്തേക്ക് എത്തിയിരുന്നു. അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതി ഉണ്ടോ നിലവിൽ? കീർത്തി, ഞാനുള്ളത് ഈ നിലവിൽ ബാവലി ഫോറസ്റ്റ് ക്യാമ്പിലാണ്. ഇന്നലെ രാത്രി ഒടുവിൽ സിഗ്നൽ ലഭിച്ചത്, ഈ റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ ലഭിച്ചത് ബാവലി വനമേഖലയിൽ ആന ഉണ്ട് എന്നാണ്. ഏതാണ്ട് ഈ ക്യാമ്പിൽ നിന്ന് ഏതാണ്ട് 4.5 കിലോമീറ്റർ മാറിയാണ് ഈ ആനയുടെ സിഗ്നൽ ലഭിച്ചത്. രാവിലെ 5:30 തന്നെ ദൗത്യം ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കനത്ത കോടയുള്ളത് കൊണ്ട് തന്നെ 6:30, 7 മണിയോടെയാണ് സംഘം ഇവിടെ നിന്ന് തിരിച്ചത്. ആന അതേ സ്ഥലത്ത് ഉണ്ടോ എന്ന് ഡ്രോൺ പറത്തിയായിരിക്കും ആദ്യം പരിശോധിക്കുക. അത് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. വെറ്റിനറി ഡോക്ടർ അജേഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടില്ല. ട്രാക്കിംഗ് ടീം മാത്രമാണ് നിലവിൽ വനത്തിനകത്തേക്ക് പോയത്. RRT ടീം ഇന്നലെ രാത്രിയും ഈ പ്രദേശങ്ങളിൽ പരിശോധനകൾ നടത്തിയിരുന്നു. ഇന്നലെ രാത്രി പ്രധാനമായി ജനവാസ മേഖലകളിലേക്ക് കടക്കുന്നത് തടയാനുള്ള നടപടിക്രമങ്ങളാണ് വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. രാവിലെ ഇപ്പോൾ ദൗത്യം പുനരാരംഭിച്ചിരിക്കുന്നു. ഇന്ന് 5ാം ദിവസമാണ്. മറ്റു സംഘങ്ങൾ ഈ ആന അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാവും ഡോക്ടർമാരുൾപ്പെടെയുള്ള സംഘങ്ങൾ വനത്തിലേക്ക് തിരിക്കുക. ഈ മയക്കുവെടി വെക്കാനുള്ള സംഘം തിരിക്കുക. അതോടൊപ്പം തന്നെ കുങ്കിയാനകളെല്ലാം തന്നെ ഇവിടെ ഇന്നലെ രാത്രിയോടെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കോന്നി സുരേന്ദ്രനാണ്. ഇത്തരത്തിൽ മുഴുവൻ കുങ്കിയാനകളും ബാവലി ഫോറസ്റ്റ് ക്യാമ്പിലാണ് ഉള്ളത്. ഈ ആനയുടെ കാര്യത്തിൽ ബാവലി മേഖലയിലുണ്ട് എന്ന ഒരു സ്ഥിരീകരണം വന്നാൽ ഉടൻ ഇവയുമായി അങ്ങോട്ട് നീങ്ങും. അതിനുശേഷമായിരിക്കും ദൗത്യം ആരംഭിക്കുക. വലിയ കുറ്റിക്കാടുകളുള്ള മേഖലയാണ്. ഏതാണ്ട് 10 അടിയോളം ഉയരത്തിലുള്ള കുറ്റിക്കാടുകളാണ്. അത് ഈ ദൗത്യത്തിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്നലെ രാത്രി മറ്റൊരു മുഴയാന ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഒപ്പമുണ്ടോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. യാതൊരു തരത്തിലും ആനയെ പ്രകോപിതരാക്കുന്ന ഒരു നടപടിയും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ഈ ഡ്രോൺ ഉപയോഗിക്കുന്നത് പോലും വളരെ സൂക്ഷ്മമായി, വളരെ ശ്രമകരമായി മാത്രമാണ്. അത്തരത്തിലാണ് ഈ ഒരു നടപടികളിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കുന്നത്. ഈ കുങ്കിയാനകളെല്ലാം ഇവിടെ സജ്ജമായി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ആനയെ ഇന്ന് മയക്കുവെടി വെക്കാൻ സാധിക്കുകയാണെങ്കിൽ കൊണ്ടുപോകുന്നതിനായുള്ള വനം വകുപ്പിൻ്റെ എലഫൻ്റ് ആംബുലൻസ് ഇവിടെ സജ്ജമായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. മുത്തങ്ങയിലെ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോവുക. ഈ വാഹനത്തിലായിരിക്കും ഇവിടെ നിന്ന് മുത്തങ്ങയിലേക്ക് പോവുക. അതിന് സജ്ജമായി ഒപ്പം പോവേണ്ട വാഹന വ്യൂഹങ്ങളെല്ലാം തന്നെ സജ്ജമായി നിൽക്കുന്നു. പക്ഷേ ഈ പ്രദേശം തന്നെയാണ് വലിയ ഒരു വെല്ലുവിളി ഉയർത്തുന്നത്. ഒപ്പം ഈ ആനയ്ക്ക് ഇത് വലിയ പരിചയമുള്ളത് കൊണ്ട് ഈ കുങ്കിയാനകളുടെ എല്ലാം സാന്നിധ്യം ഇതിന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതുതന്നെയാണ് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. ഈ നേരത്തെ 2 തവണ മയക്കുവെടി വെച്ച ആനയാണ്. വേലൂരിൽ തന്നെ 12 ദിവസത്തെ ദൗത്യത്തിനൊടുവിലാണ് ഇതിനെ മയക്കുവെടി വെച്ച റേഡിയോ കോളർ സ്ഥാപിച്ചിരുന്നത്. ഇത് പെട്ടെന്ന് മൂവ് ചെയ്യാനുള്ള ശേഷി ഈ വലിയ കുറ്റിക്കാടായതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് മാറി നിൽക്കാനുള്ള കഴിവ് ഈ ആനയ്ക്കുണ്ട്. ഒപ്പം മറ്റാനകളോടൊപ്പം നിൽക്കുക, ഇതെല്ലാം ഈ ദൗത്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഏതാണ്ട് നിരപ്പായ ഒരു പ്രദേശത്തേക്കെങ്കിലും ഇതിനെ കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷെ അതിന് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഈ മനുഷ്യരുടെ സാന്നിധ്യമല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദമുണ്ടാക്കുകയോ ഡ്രോൺ പറത്തുകയോ ഒന്നും വനം വകുപ്പ് ചെയ്യുന്നില്ല. വൈൽഡ് ലൈഫ് എമർജൻസിയാണ്. അതിൻ്റെ വലിയ സൂക്ഷ്മതയിൽ തന്നെയാണ് ഈ ദൗത്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഒരു പക്ഷേ ഇതിന് അനുയോജ്യമായ ഒരു സ്ഥലത്തേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. നാഗർഹോള ഭാഗത്തേക്ക് ഇത് നീങ്ങുന്ന ഒരു ആശങ്ക, കർണാടക വനമേഖലയിലേക്ക് നീങ്ങുമെന്ന ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതിനോട് ചേർന്ന് കർണാടക അതിർത്തിയിൽ ബാവലിയിലാണ് അവസാനമായി ഇന്നലെ ഇതിൻ്റെ സിഗ്നൽ, ഈ ആനയുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുള്ളത്. അവിടെ തന്നെ ഉണ്ടോ എന്ന് സ്ഥിരീകരണവുമില്ല. ഈ പോയ സംഘം ഡ്രോൺ പറത്തിയതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ഇന്നത്തെ നടപടികളിലേക്ക് ദൗത്യസംഘം
ഭാഗം കടക്കുക. കീർത്തി. ശരി, സ്വാലിഹും ഒപ്പം തന്നെ ഇർഫാനുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.